ഇന്ന് ഡോങ്കി ടെയിൽ സക്കുലൻറ്റ് ഞാൻ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ കട്ടിങ്സ് വെച്ചും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫിൽ നിന്നും തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ചട്ടിയിൽ പോട്ടിംഗ് മിക്സ് നിറച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ലീഫ് ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിടരുത്. എന്നിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. 1-2 ദിവസങ്ങളിൽ വെള്ളം സ്പ്രേ ചെയ്താൽ മതി. ഇതിന് നന കുറച്ച് മതി. അതുപോലെ തന്നെ ഇത് നല്ല ഷെയ്ഡിൽ വെക്കുകയും വേണം. ഞാനിപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം കട്ട് ചെയ്തിട്ടാണ് പോട്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ താഴ്വശമൊക്കെ ഒന്ന് ലെവലാക്കി കട്ട് ചെയ്ത് ഭംഗിയാക്കിയിട്ട് ആ കട്ട് ചെയ്ത ഭാഗമാണ് ഞാൻ ഇപ്പോൾ പോട്ടി മിക്സിൽ നട്ട് വെച്ചത്. കട്ടിങ്സ് വെച്ച് വേര് പിടിക്കുന്ന അത്ര എളുപ്പം ലീഫിൽ നിന്നും തൈകൾ ഉണ്ടായി കിട്ടില്ല. ലീഫിൽ നിന്ന് തൈകൾ ഉണ്ടാക്കാൻ കുറേ താമസിക്കും. ഈ കാണുന്നതൊക്കെ ഞാൻ മുൻപ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ച തൈകളാണ്. ഇതെല്ലാം ഏകദേശം 1 വർഷം ആയ തൈകളാണ്. ഇത് സ്ലോ ഗ്രോത്താണ്. അതുപോലെ തന്നെ ഞാൻ ഇതിന് പോട്ടി മിക്സായിട്ട് എടുത്തേക്കുന്നത് ഗാർഡൻ സോയിലും ചാണകപ്പൊടിയും പിന്നെ കൂടുതൽ ചകിരിച്ചോറ് എടുക്കും. പ്ലാസ്റ്റിക് പോട്ടിൽ വെക്കുന്നതിനേക്കാൾ വേഗത്തിൽ വളരുന്നതും ചെടികൾ നന്നായി നിൽക്കുന്നതും നമുക്ക് ഈ മൺചട്ടികളിലാണ്. ഈ കാണുന്ന മദർ പ്ലാന്റ് ഏകദേശം 3 വർഷത്തോളം ആയ പ്ലാന്റുകളാണ്. ഇതൊക്കെ 1 വർഷമായതേ ഉള്ളൂ. ഒരു 4 വർഷം മുൻപ് എൻ്റെ ഒരു ഇതുപോലെ മദർ പ്ലാന്റ് നന്നായി വളർന്നത് 3 ചട്ടി നിറയെ ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയില്ല, പെട്ടെന്നാണ് അത് 3ഉം കൂടെ നശിച്ചു പോയത്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വീണ്ടും കളക്ട് ചെയ്താണ് ഇപ്പം വീണ്ടും ആക്കിയേക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ലീഫിൽ നിന്ന് പുതിയ തൈകളാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് നല്ല കെയറിങ് വേണം. ഇത് നമ്മൾ തൊട്ടാൽ ഉടനെ ഇതിൻ്റെ ലീഫ് അടർന്നു പോകും. ലീഫ് അടർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കാണാൻ ഒരു ഭംഗിയുമില്ല. കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അവർ കളിച്ചതങ്ങ് പൊഴിച്ച് കളയും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.